മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. പുനരധിവാസത്തിനായി കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം ആവശ്യപ്പെടണമെങ്കിൽ ഫണ്ടിൽ വ്യക്തത വരുത്തണം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് മുൻപാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ SDRF ഫണ്ടിൽ നിന്നും 21 കോടി രൂപ അനുവദിച്ചെന്ന് ഇന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി SDRFിൽ നിന്ന് നൽകിയത് 28.95 കോടി രൂപയാണെന്നും സർക്കാർ പറയുന്നു. ഡിസംബർ 10-ന് ഫണ്ടിൽ ബാക്കിയുള്ളത് 700 കോടി രൂപയാണെന്നും സർക്കാർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ 638.95 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഉത്തരവനുസരിച്ച് നൽകാനുണ്ടെന്നും പറയുന്നു. വേനൽക്കാലം നേരിടാനായി ഫണ്ടിൽ ബാക്കിയുള്ളത് 61.53 കോടി രൂപയാണെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനായി ഓഗസ്റ്റ് 17 മുതൽ ഒക്ടോബർ 1 വരെ എത്ര രൂപ ചിലവഴിച്ചെന്ന് ഹൈക്കോടതി ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ഫണ്ട് വേണമെങ്കിൽ ഫണ്ട് ചിലവഴിച്ചതിൽ വ്യക്തത വരുത്തണം. ഇതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 682 കോടി രൂപ എത്തിയെന്ന് നിലവിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ 11 വരെയുള്ള കണക്കുകളാണ് ഈ പറയുന്നത്. പുനരധിവാസത്തിന് ഭൂമി വാങ്ങാൻ SDRF തുക ഉപയോഗിക്കാൻ ചട്ടം അനുവദിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്പോൺസർഷിപ്പിൽ നിന്നും മാത്രമേ ഇത് ഉപയോഗിക്കാനാകൂ. 2221 കോടി രൂപയുടെ ധനസഹായത്തിന്റെ എസ്റ്റിമേറ്റ് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. അതിതീവ്ര ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണം. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.